കുറ്റകൃത്യങ്ങളിലും മൃഗങ്ങൾ കേസ് തെളിയിച്ച സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്ന് വളപട്ടണത്തെ മോഷണ കേസിലുമുണ്ടായി. വളപട്ടണം മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും കവർന്ന ലിജീഷിനെ കുടുക്കിയത് എട്ടുകാലി വല. രസകരമായി തോന്നുന്ന സംഭവം എങ്ങനെയെന്ന് വിശദമായി തന്നെ നോക്കാം. അഷ്റഫിന്റെ വീട്ടിൽ കയറിയ കള്ളന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും കള്ളൻ ആരാണെന്ന് പോലീസിന് അത്ര വ്യക്തതയുണ്ടായിരുന്നില്ല. ഇരുട്ടിൽ തപ്പി നോക്കുന്ന പോലെയായിരുന്നു പോലീസിന്റെ അവസ്ഥ. ആകെ മനസ്സിലാക്കിയത് ഷർട്ടിന്റെ കളർ മാത്രമാണ്. ആ നിറം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് പോലും. മോഷണം പുറത്തറിഞ്ഞ ദിവസം പ്രദേശവാസികളുടെ വീടുകളിൽ പോലീസ് പോയിരുന്നു. സ്വാഭാവികമായും അഷ്റഫിന്റെ തൊട്ടടുത്ത വീട്ടിലെ ലിജീഷിന്റെ അടുത്തേക്കും പോലീസ് എത്തി. സംശയകരമായ സാഹചര്യത്തിൽ ആരെയെങ്കിലും പ്രദേശത്ത് കണ്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനായിരുന്നു ഇത്. അങ്ങനെ ആരെയും കണ്ടില്ലെന്നാണ് ലിജീഷ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ലിജീഷിന്റെ തലമുടിയിലും ഷർട്ടിലും എട്ടുകാലി വലകൾ കണ്ടു. അഷ്റഫിന്റെ വീട്ടിലെ എട്ടുകാലി വലകൾ പരിശോധിച്ചിരുന്ന പോലീസ് എങ്ങനെയാണ് ചിലന്തി വല തലയിലായതെന്ന് ലിജീഷിനോട് സ്വാഭാവികമായ രീതിയിൽ തന്നെ ഒന്ന് ചോദിച്ചു. ഈ ചോദ്യത്തെ തമാശ രീതിയിൽ തള്ളുകയാണ് ലിജീഷ് അപ്പോൾ ചെയ്തത്. ഇതോടെ സംശയം തോന്നിയ പോലീസ് സംഘം ഇയാളെ നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ലിജീഷിന്റെ വിരലടയാളവും പോലീസ് ശേഖരിച്ചു. കണ്ണൂർ കീച്ചേരിയിൽ 1.5 വർഷം മുൻപ് മോഷണം നടന്ന ഒരു വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളുമായി ലിജീഷിന്റെ വിരലടയാളത്തിന് സാമ്യമുണ്ടെന്ന റിപ്പോർട്ടും പോലീസിന് ലഭിച്ചു. 11 പവൻ സ്വർണമാണ് ആ വീട്ടിൽ നിന്ന് മോഷണം പോയിരുന്നത്. ഇതോടെ ലിജീഷിനെ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. രാവിലെ 6 മണിക്ക് കസ്റ്റഡിയിലെടുത്ത ലിജീഷ് വൈകിട്ട് 6 മണി കഴിഞ്ഞാണ് കുറ്റം സമ്മതിച്ചത്. അതിവേഗം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് ഇയാളെ വീട്ടിലെത്തിച്ച് തൊണ്ടി മുതൽ കണ്ടെടുത്തു. 1.25 കോടി രൂപയും 300 പവൻ സ്വർണമാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. വെൽഡിംഗ് തൊഴിലിലെ വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് ലിജീഷ് അഷ്റഫിന്റെ വീടിനകത്ത് കയറി ലോക്കറിൽ നിന്ന് സ്വർണവും പണവും കവർന്നത്. അഷ്റഫിന്റെ വീട്ടിൽ 1 കോടി രൂപയും 300 പവനും കണ്ടെങ്കിലും ആദ്യ ദിവസം ഇതിൽ പകുതി മാത്രമേ കൊണ്ടുപോയുള്ളൂ. അടുത്ത ദിവസം വീണ്ടും എത്തിയാണ് ബാക്കി കൂടി കവർന്നത്. ലിജീഷ് മുൻപ് ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി ജില്ലയിലെ തെളിയാത്ത കേസുകളിലെ അന്വേഷണത്തിലും ഇയാളെ ചോദ്യം ചെയ്യും. കുറ്റവാളിയായ ലിജീഷിനെ അതിവേഗം പിടികൂടിയതിന്റെ സന്തോഷം പങ്കുവച്ച് പോലീസുകാർ സ്റ്റേഷനിൽ ലഡു വിതരണവും നടത്തിയിരുന്നു.